വലിയ കടുത്തസ്വാമിയും കൊച്ചു കടുത്തസ്വാമിയും വാവരസ്വാമിയും അയ്യപ്പന്റെ ഭൂതഗണങ്ങളും എല്ലാ ആചാരത്തെയും ഹൃദയത്തിലേറ്റിക്കൊണ്ട് ഞങ്ങൾ ശബരിമലയിൽ പോലീസ് ഓഫീസറുടെ യൂണിഫോം അഴിച്ചു കൊടുത്ത് അത് ചില സ്ത്രീകളെ ഉടുപ്പിച്ച് ശബരിമല സന്നിധിയിൽ ആചാരം ലംഘിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ അതിനൊരു മാസം മുൻപ് ഞങ്ങൾ റോഡിൽ ഇറങ്ങി സമരത്തിന് നേതൃത്വം കൊടുത്തവരായി. ഞങ്ങൾ അന്ന് ഒരു മുഖ്യമന്ത്രിയായും ഞങ്ങൾ പേടിച്ചില്ല. ഞങ്ങൾ ജയിലരികൾക്കകത്തു പോയ എന്റെ സഹോദരൻ, ഞങ്ങളുടെ അന്നത്തെ സംസ്ഥാന നേതാവ് ശ്രീമാൻ സുരേന്ദ്രൻ ജയിലിനകത്ത് കിടക്കുമ്പോ ഞങ്ങൾ ജയിലിന്റെ പുറത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭക്ഷണം കഴിക്കാതെ 11 ദിവസവും 12 ദിവസവും ഓരോ സംസ്ഥാന ഭാരവാഹികളും ഞങ്ങൾ നിരാഹാരങ്ങളിലും. ഓർമ്മയില്ല പിണറായി വിജയന്? ഞങ്ങൾ ഇന്ന് നടത്തുന്നത് ധാർമ്മികമായ സമരമാണ്. ഇതൊരു സൂചനയാണ് മിസ്റ്റർ പിണറായി. കഴിഞ്ഞ ദിവസം നിയമസഭയില് മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, വീടിനകത്തിരിക്കുന്ന ആളെ എന്തിനാണ് കുറ്റം പറയുന്നത്? ആരാ വീടിനകത്തിരിക്കുന്നത്? വിവേക്. പിണറായി വിജയൻ ചോദിക്കുകയാണ് മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തോട്, നാട്ടല്ലില്ലാത്ത പ്രതിപക്ഷ നേതാക്കന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, വി.ഡി. സതീശനെ പോലെയുള്ള ഇവിടെ ആചാരലംഘനം നടന്നപ്പോ അന്ന് TV ചാനലിൽ പൗരകുട്ടപ്പനായിട്ട് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ കുറെ നേതാക്കന്മാർ ഇറങ്ങുകൾ, നിങ്ങളല്ല ശബരിമലയിൽ ആചാരത്തെ സംരക്ഷിച്ചത്, ഞങ്ങളാണ് തെരുവിലിറങ്ങിയത്, ഞങ്ങളുടെ അമ്മമാരാണ് കേരളത്തിലെ ഞാൻ ഉൾപ്പെടെയുണ്ട്. ഞങ്ങൾക്കെല്ലാം തന്നെ ചോറ് വെച്ചു വിളമ്പിത്തുള്ളത് 1 മാസക്കാലം ഇവിടുത്തെ ഭക്തരായിട്ടുള്ള അതിൽ NSS ഉണ്ട്, SNDP ഉണ്ട്, KPMS ഉണ്ട്, പുലയ മഹാസഭയുണ്ട്, എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നു. അതിൽ ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട് പത്തനംതിട്ടയില്, മുസ്ലിം വ്യാപാരി സുഹൃത്തുക്കളുണ്ട് പത്തനംതിട്ടയില്. എല്ലാവരും ചേർന്നുകൊണ്ട് ആചാര ലംഘനത്തിന് നേതൃത്വം എടുത്ത ഗവൺമെന്റിനെതിരെ ഞങ്ങളെ ഈ കേരളത്തിന്റെ മണ്ണിൽ കാത്തു സംരക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങള് തീരുമാനമെടുത്തു. ഓരോ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോ ഞങ്ങളൊക്കെ കോടതി മുറിയുടെ മുന്നിൽ ജാമ്യം പിടിക്കാൻ നിൽക്കുകയാണ്. എന്തിന്റെ പേരിലാണ്? ഞങ്ങളേതെങ്കിലും ഒരു അതിർത്തി വഴക്കിന് പോയതല്ല, ഞങ്ങളേതെങ്കിലും ഒരു തെറ്റായ നടപടിക്ക് പോയതല്ല. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചതിന്റെ പേരില് ഡസൻ കണക്കിന് കേസുകൾ ചാർത്തി തന്നപ്പോ എന്ത് ഒഴിച്ചുപോയോ? ഒന്നും സംഭവിച്ചില്ല. നിങ്ങൾ ചോദിച്ചല്ലോ പ്രതിപക്ഷ നേതാവിനോട്, എന്റെ മകൻ വിവേകനെ തൊട്ട് കളിച്ചപ്പോ പൊള്ളി അല്ലേ? വിവേകനെ അറിയുമോ? ഞങ്ങൾക്ക് ആർക്കും അറിയില്ല മിസ്റ്റർ പിണറായി വിവേകനെ. കാരണം എന്താണെന്ന് അറിയുമോ? പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ, സുധാകരൻ സാറിനെ പോലെ, മൺമറഞ്ഞു പോയ അച്യുതാനന്ദൻ സഖാവിനെ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി കൊടിപിടിച്ച് ജയ് വിളിച്ച് പാവപ്പെട്ടവന് വേണ്ടി പട്ടിണി ജാഥ നയിച്ച AK ഗോപാലിനെ പോലെ, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള നല്ലവരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെല്ലാം തീരെ കളങ്കമാണ് പിണറായി നിങ്ങളുടെ മകൻ വിവേക് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചോദിച്ചല്ലോ പ്രതിപക്ഷത്തോട്, അറിയുമോ വിവേകനെ? അറിയും. വിവേകനെ ഞങ്ങൾക്കറിയും. കേന്ദ്ര ഗവൺമെന്റ് ശ്രീമാൻ നരേന്ദ്രമോദി കൊടുത്ത റോഡിൽ ക്യാമറ വെക്കാൻ വേണ്ടി അമ്മായി അപ്പന്റെ പേരില്, വിവേകന്റെ അമ്മായി അച്ഛനുണ്ടല്ലോ, അമ്മായി അച്ഛന്റെ പേരില് 57 കോടി രൂപയ്ക്ക് ക്യാമറ വെക്കാമെന്ന് പറഞ്ഞപ്പോ അത് 387 കോടി രൂപയ്ക്ക് അമേരിക്കയിൽ ഇരുന്ന് കരാറെടുത്തവനാണ് മിസ്റ്റർ പിണറായി നിങ്ങളുടെ മകൻ വിവേക്. അറിയും ഞങ്ങൾക്ക്. ഊരാളിങ്കൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി, ആ ഊരാളിങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ്, അത് കമലേടത്തിയാണ്, അത് കണ്ണൂരിലെ ജയരാജന്മാരാണ്, എല്ലാ സഖാക്കന്മാരുടെയുമാണ് ഊരാളിങ്കൽ. എവിടെ പാലം പണിയുന്നുണ്ടോ ലേലം ഊരാളിങ്കല്, എവിടെ റോഡ് പണിയുന്നുണ്ടോ കേന്ദ്രത്തിൽ നിന്ന്. ഞാനും വിചാരിച്ചു എന്താണ് ഈ പിണറായി വിജയൻ എതിർക്കാത്തത്? ദേശീയപാത ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ട് എന്താ കാര്യമെന്നറിയുമോ? അത് മറിച്ചു കൊടുത്ത് ആരാ പണിക്കുന്നത്? ഊരാളിങ്കൽ ബിനാമി പേരിൽ പണിഞ്ഞ റോഡാണ് ദേശീയ പതാക പൊളിഞ്ഞു പോയത്. അവിടെയും ഉണ്ടായിരുന്നു ഒളിവിൽ വിവേക്. ആരുടെ മകനാണ്? പിണറായി വിജയന്റെ മകൻ വിവേക് അവിടെ ഉണ്ടായിരുന്നു.
ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ നേതൃത്വം കൊടുത്തുകൊണ്ട് വിമാനത്താവളം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുമ്പോ ഒരാളും, മഹിളാ മോർച്ചയുടെ പ്രവർത്തകന്മാരോട് ഞാൻ പറയുകയാണ്, പ്രോഗ്രാം കഴിയട്ടെ, ഒരാളും അകത്തു പോകുന്നില്ല. പോലീസിന്റെ അടി വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചാൽ ആദ്യം ഞാൻ പോകും, എന്നോടൊപ്പം സിന്ധുമോളുണ്ടാകും, നമ്മുടെ ശ്രീലാഗ മാഡം ഉൾപ്പെടെയുള്ളവർ അടിവാങ്ങും. നിങ്ങളെ തല്ലുകൊള്ളിക്കാൻ നമ്മൾ തീരുമാനമെടുത്തിട്ടില്ല. പിന്നെയോ ജയിലിന്റെ പഴയ ജയിൽ DGP ഉണ്ടല്ലോ, മഹിളാ മോർച്ച അമ്മമാരോട് ഞാൻ പറയുകയാണ്, പഴയ ജയിൽ DGP ശ്രീലാഗ മാഡം പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജയിലിനകത്ത് പോകും. എന്നിട്ട് മാത്രമേ നിങ്ങൾ അകത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാകൂ. ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, 1950 ക്ഷേത്രത്തിൽ, ശബരിമല ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായത്. 1950 ശബരിമല ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായപ്പോ അന്വേഷണ കമ്മീഷനെ വെച്ചു. IG സംസാരിക്കരുത്. IGയുടെ അന്നത്തെ IGയുടെ നേതൃത്വത്തിൽ ശബരിമലയിലെ കേസ് അന്വേഷിച്ചു. ഞാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ശ്രീമതി VD സതീശനോടും രമേശ് ചെന്നിത്തല സാറിനോടും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് ശബരിമലയോട് ഇത്രയേറെ സ്നേഹമുണ്ടെങ്കിൽ, ഇത്രയേറെ പ്രതിബദ്ധതയുണ്ടെങ്കിൽ, എന്തേ നിങ്ങൾ 1950 ശബരിമലയിൽ തീവെപ്പ് നടത്തിയവരെ മാറി മാറി ഭരിച്ച ഗവൺമെന്റ് കൈകാര്യം ചെയ്യാതിരുന്നത്? നിങ്ങൾക്ക് കോൺഗ്രസിന് ഇത്രയേറെ സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ 1957 മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ട് എന്തേ കേരളത്തിന്റെ മണ്ണിൽ വെളിച്ചം കണ്ടില്ല? ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട് പന്തളം കൊട്ടാരത്തിന് ഒരു കഥയുണ്ട്, ചരിത്രമുണ്ട്. പന്തളം കൊട്ടാരം പടപേടിച്ച് പന്തളത്ത് ചെന്നാൽ പന്തം കൊളുത്തിപ്പട, ഓർമ്മയില്ലേ? എങ്ങനെയാണ് ആ പേരുണ്ടായത്? പന്തളത്തെയും ശബരിമലയെയും കവർന്നെടുക്കാൻ വേണ്ടി മല കടന്ന് പന്തളത്തേക്ക് കൊള്ളക്കാർ വരുമായിരുന്നു. ആ കൊള്ളക്കാരെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി പന്തളം രാജാവ് പന്തം കൊളുത്തി പട പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് പന്തളത്ത് പടയുണ്ടായത്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു വാക്ക് പറഞ്ഞാൽ കാട്ടുകള്ളന്മാരായ കൊള്ളക്കാരായ ഈ പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും മുന്നിൽ പന്തളത്തെ പടയായി മാറാൻ ഇവിടത്തെ മഹിളാ മോർച്ചയുടെ നേതാക്കന്മാരും ഉണ്ടാകും. ഒരു വാക്ക് പറയണം, ഞങ്ങളാവണോ പന്തളത്തെ പട നയിക്കാൻ? ഞങ്ങളോട് ഓർഡർ ഇട്ടാൽ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയിലെ ഓരോറ്റ ആന്തരിയും വേണ്ട, ഞങ്ങൾ നയിക്കും പന്തളത്തെ പട, ഞങ്ങൾ നയിക്കും പന്തളത്തെ പട. അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി പന്തളത്തെ പട നയിക്കാൻ ഞങ്ങൾ പോകാൻ തയ്യാറാകും. ഇന്ന് തീവട്ടിക്കൊള്ളക്കാർ ശബരിമലയിലെ നായനാര് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്നാണ് വിജയ് മല്യ സ്വർണം പൂശാൻ തീരുമാനിച്ചത്. അത് നായനാര് പറഞ്ഞു, സ്വർണം പൂശണോ, പൈസ ഗവൺമെന്റിലേക്ക് തന്നാ പോലെ. അപ്പോ വിജയ് മല്യയുടെ ഓഫീസ് കോടതി മുമ്പാകെ പോയി. അങ്ങനെ കോടതി മുമ്പാകെ പോയപ്പോ കോടതി പറഞ്ഞു, എത്രയാണ്? 30 കിലോ സ്വർണം. 30 കിലോ സ്വർണം ശബരിമലയിൽ സ്വർണം പൂശിയിട്ടുണ്ട്. ആ 30 കിലോ കവർന്നെടുക്കാൻ വേണ്ടി പിണറായി വിജയനല്ല, പിണറായി പാറപ്പുറത്തെ അഭിനവ തമ്പുരാനല്ല, ആര് വന്നാലും മാറി നിൽക്കാൻ പറഞ്ഞ് നമ്മൾ പട നയിക്കും. ഇതാണ് ഇന്നത്തെ കാർമിക സമരം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മഹിളാ മോർച്ചയുടെ ഈ സമര
സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.